എല്ലാവർക്കും ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ ഏറ്റവും പുതിയൊരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകൾ, അതിനെക്കുറിച്ചുള്ള വാർത്താ അപ്ഡേറ്റാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വാർത്ത ഷെയർ ചെയ്ത് എത്തിക്കുക. കേരളത്തിൽ മഴ വീണ്ടും ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പുതിയ നടപടികൾ വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം ശക്തമാക്കിയിരിക്കുകയാണ്. മഴ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ, മരം വീഴൽ, വെള്ളക്കെട്ട്, ചെറുനദികളിലെയും തോടുകളിലെയും ജലനിരപ്പ് ഉയരൽ തുടങ്ങിയ സാഹചര്യങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അടുത്ത ദിവസങ്ങളിലും മഴയുടെ ശക്തി കുറയാൻ സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ഈ ആഴ്ച അവസാനം വരെയും സംസ്ഥാനത്ത് വ്യാപകമായ മഴ തുടരുമെന്നും വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നും പ്രവചനമുണ്ട്. വയനാട് ജില്ലയിൽ തുടരുന്ന ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടം സുപ്രധാന തീരുമാനമെടുത്തിരിക്കുകയാണ്. നാളെ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കും ദുരന്ത സാധ്യതയ്ക്കുമുള്ള മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. കളക്ടർ ഫേസ്ബുക്ക് മുഖേന പുറപ്പെടുവിച്ച ഉത്തരവ് ഇങ്ങനെയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ അങ്കണവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ, അതായത് 31/7/2026 അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റെസിഡൻഷ്യൽ സ്കൂൾ, റെസിഡൻഷ്യൽ കോളേജുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തി പ്രാപിച്ച സാഹചര്യത്തിലാണ് വയനാടിന് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മലയോര മേഖലയായതിനാൽ ശക്തമായ മഴ ലഭിക്കുമ്പോൾ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, റോഡുകളിൽ വെള്ളക്കെട്ട്, മരം വീഴൽ തുടങ്ങിയ അപകട സാധ്യതകൾ വർദ്ധിക്കാം. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് ജില്ലാ ഭരണകൂടം ഈ മുൻകരുതൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. രക്ഷിതാക്കളും പൊതുജനങ്ങളും ഈ അവധിയെ ഒരു സാധാരണ അവധിയായി കാണാതെ സുരക്ഷാ നിർദ്ദേശമായി കണക്കാക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിക്കുന്നു. അനാവശ്യ യാത്രകൾ പരമാവധി ഒഴിവാക്കുക. മലയോര റോഡുകളിലൂടെ യാത്ര ചെയ്യേണ്ട സാഹചര്യമുണ്ടെങ്കിൽ കാലാവസ്ഥയും റോഡിൻ്റെ അവസ്ഥയും പരിശോധിച്ച ശേഷം മാത്രമേ യാത്ര തുടരാവൂ. നദികൾ, തോടുകൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നിവിടങ്ങളിലേക്ക് വിനോദയാത്രകൾ ഒഴിവാക്കുന്നതും സുരക്ഷിതമാണ്. കുട്ടികൾ വീടിന് പുറത്തേക്ക് പോകുമ്പോൾ മുതിർന്നവരുടെ മേൽനോട്ടം ഉറപ്പാക്കുകയും വൈദ്യുതി കമ്പികൾ, വെള്ളക്കെട്ടുകൾ, അപകടാവസ്ഥയിലുള്ള മരങ്ങൾ എന്നിവയുടെ സമീപത്ത് പോകാതിരിക്കുകയും വേണം. വയനാട് ജില്ലയിലെ വിവിധ സർക്കാർ വകുപ്പുകളും ദുരന്ത നിവാരണ സംവിധാനവും മഴയുടെ സാഹചര്യം നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. കാലാവസ്ഥയിലെ മാറ്റങ്ങളനുസരിച്ച് ആവശ്യമായാൽ കൂടുതൽ മുൻകരുതലുകൾ, നടപടികൾ സ്വീകരിക്കുമെന്നും ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. അവസാനമായി പ്രധാന വിവരങ്ങൾ ഒന്നുകൂടി ചുരുക്കി പറയാം. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകൾ, കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, അംഗൻവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ അവധി ബാധകമല്ല. പൊതുജനങ്ങൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കി കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മഴ, അവധി, സർക്കാർ അറിയിപ്പുകൾ, മറ്റ് പ്രധാന വാർത്തകൾ എന്നിവയുടെ ഏറ്റവും പുതിയ ഔദ്യോഗിക വിവരങ്ങൾ കൃത്യസമയത്ത് ലഭിക്കാൻ ഇൻഫോ മീഡിയ വ്ലോഗ് പിന്തുടരുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.